ദേ ഈ ക്ലിപ്പൊന്ന് നോക്കിയേ, കണ്ണു തുറന്ന് നോക്കണം. എന്തിനെന്നറിയോ? ആഗോള സുന്നി അല്ലെങ്കിൽ ചില സവിശേഷമായ മുജാഹിദുകാർക്ക് സലഫി നേതാക്കളായി തോന്നുന്ന ട്രംപും നെതന്യാഹുവും അവരുടെ പ്രവൃത്തികളൊക്കെയും ഈ അനിസ്ലാമികമായ എന്താ പറയുന്നത് നരകത്തിൻ്റെ വിറകുകൊള്ളികളായി മാറാൻ പോകുന്ന നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാനിലെ ജൂതന്മാരായ ഷിയാക്കളായ ആളുകൾ അവരെ സുന്നി സൗദി അറേബ്യ ഹജ്ജിനെത്തിയപ്പോൾ സ്വീകരിക്കുന്ന കാഴ്ച ഒന്ന് കാണാം. ദേ ഒന്ന് കണ്ടു നോക്കൂ. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഹാജിമാർ എത്തിത്തുടങ്ങി. ഈ ഹജ്ജ് കർമ്മത്തിന് വരുന്നവരുടെ കൂട്ടത്തിൽ ഇറാനിൽ നിന്ന് വരുന്ന ഹാജിമാരുമുണ്ട്. അവരെ ഏറ്റവും ഹൃദ്യമായി സൗദി അറേബ്യ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഷിയയുടെ കാര്യത്തിൽ വിശ്വാസപരമായി വിമർശനാത്മകമായ ചർച്ചയും വൈവിധ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴും ആഗോള മുസ്ലിം സമൂഹം ഷിയ വിഭാഗത്തെ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഹജ്ജിനും അതുപോലെയുള്ള സ്ഥലങ്ങൾക്കും അനുവദിച്ച് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ശരിയായ കാര്യമാണോ? നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോകൾ ഈ സൗദി സർക്കാരിനെതിരെ ചെയ്യണ്ടേ? അങ്ങനെ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മൗലവിമാരും വിശേഷിപ്പിക്കുന്ന ഈ അനിസ്ലാമികതയുടെ കുഫറിൻ്റെ ഐഷ റളിയല്ലാഹു അൻഹയെ, നമ്മുടെയൊക്കെ ഉമ്മയെ, പിന്നെ ആരെയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ എന്തെല്ലാമോ കാര്യങ്ങളിൽ വിമർശിക്കുകയും വിയോജിക്കുകയും പിന്നെ അവിടെ പൗരത്വം കിട്ടണമെങ്കിൽ അവരെ എല്ലാം തെറി പറയണം, ഇറാൻ പൗരനാവാൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് തകർത്ത ആളുകളുടെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്? ഇതല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അനിസ്ലാമികത? ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് ഈ പരിശുദ്ധമായ പ്രവാചക സുന്നത്ത് ഹയാത്താക്കുന്ന ഏറ്റവും പവിത്രമായ ദ ക്ലൈമാക്സ് ഓഫ് ദ ക്ലൈമാക്സ് എന്ന് പറയാവുന്ന വിശ്വാസത്തിൻ്റെ ആ ഉയർന്ന ദൗത്യ പൂർത്തീകരണത്തിനായി അവിടെ എത്തുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത്, അവർക്ക് അവസരം നൽകുന്നത്? അത് മതപരമായ സംഗതിയുടെ ഭാഗമായി തന്നെ ഒഴിവാക്കേണ്ടതല്ലേ? ഇനി വർത്തമാന കാലഘട്ടത്തിൻ്റെ സംഗതി എടുത്തു നോക്കിയാലോ, ഈ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുന്ന ചിലരൊക്കെ എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചു, GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നവരെ പിന്നെ ഏതാ അബൂദ്വീപോ ഏതാണ്ടൊക്കെ ഒരു ദ്വീപ്, കാരണം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഈ ഇവരെ കുറ്റം പറഞ്ഞോളാഞ്ഞു വയ്യ. എന്തിനെ? ട്രംപിനെയും നെതന്യാഹുവിനെയും പുട്ടിയിടാൻ. എന്നിട്ട് അങ്ങനെയൊക്കെ യുദ്ധം ചെയ്ത രാജ്യത്തുനിന്ന് പോലും വിശ്വാസികളെത്തിയപ്പോൾ എന്തിനാണ് വിശാല ഹൃദയത്വത്തോടെ അവരെ സ്വീകരിച്ച് ആനയിക്കുന്നത്? അവിടെയാണ് ഇസ്ലാം മതമെന്ന് പറയുന്ന വിശാലമായ വിശ്വാസത്തിൻ്റെ അതിരുകളില്ലാത്ത ആ ആകാശത്തിൻ്റെ മനോഹാരിത നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിൻ്റെ സിംപിളി മീനിങ് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അന്തിമമായി തീരുമാനിക്കേണ്ടവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ എവിടെയാണ് ഇതിൻ്റെ അന്തിമമായ വിധി നടക്കേണ്ടത്? അത് ഒരു സ്വാധീനത്തിനും വിധേയമല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നീതിമാനായ ശക്തി തീരുമാനിക്കുന്നിടത്താണ്. അതിനപ്പുറത്ത് തർക്കശാസ്ത്രവും മറ്റേതുമൊക്കെ ഉണ്ടാക്കി ഇവിടെ കിടന്ന് ഗോഗുവ വിളിച്ച് അടിച്ച് തൗഹീദ് ശരിയാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പിന്നെ അത് 3-4 കഷണങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കുന്ന തർക്കശാസ്ത്രത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ലെന്ന് ഈ പറയുന്ന വിശ്വാസ സൗഹൃദത്തിൻ്റെ വാതായനത്തിൽ അതിരുകളില്ലാത്ത വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണിത്. അവിടെയാണ് ഈ വിശ്വാസത്തിൻ്റെ വിശാലതയെ ചേർത്ത് വെച്ച് പോകുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആഗോള ആ പ്രഖ്യാപനങ്ങളെ, അതിൻ്റെ മാനത്തെ ഏറ്റവും ഇഷ്ടത്തോടെ ചേർത്ത് വെച്ച് പോകുന്നത്. അവിടെയാണ് സൗദി സർക്കാരിനെ പോലെയുള്ള സർക്കാർ സംവിധാനത്തിന്, അവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ ഒക്കെ ഒരു വിശാലമായ കാഴ്ചപ്പാടുകളെ നമ്മൾ അംഗീകരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലാരെയെങ്കിലുമൊക്കെ ആയിരുന്നു അവിടുത്തെ മതകാര്യ വകുപ്പും ഹറമും ഒക്കെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ ഇവർ ഈ ആളുകളെയൊക്കെ
ഷിർക്കാക്കി കുഫറാക്കി അതിന് പറ്റുന്ന 2-3 ഹദീസുകൾ കൊണ്ടുവന്ന് അവർ കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുറച്ച് വിസ്ഡം ആളുകൾ, അല്ലെങ്കിൽ അതിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ചില ഞരമ്പ് മുജാഹിദുകൾ ഒഴികെയുള്ള ആരെയെങ്കിലും അവർ ഈ പറയുന്ന ഹറമുകളിൽ കയറ്റുമോ? എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിശ്വാസത്തെ റദ്ദ് ചെയ്യാനുള്ള ഹദീസും ചരിത്രവും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അത് വെച്ച് അവർ പണിഞ്ഞു കളയത്തില്ലേ എല്ലാവരെയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനുള്ള അവകാശം നമുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, വിവിധ സംഘടനകളിൽ നിൽക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഏതെല്ലാം സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ആ സംഘടനയുടെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തുറ്റ വിശ്വാസമുണ്ടാക്കി നിങ്ങൾ പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെ, രാഷ്ട്രീയ വിഷയങ്ങളെ, അധിനിവേശത്തിൻ്റെ വിഷയങ്ങളെ, പിന്നെ അതുപോലെ തന്നെ ആഖിറത്തിൽ ആരാണ് സ്വർഗവാസി ആരാണ് നരകവാസി എന്നുള്ള കാര്യത്തെ, അതോടൊപ്പം തന്നെ ഒരാളിൻ്റെ വിശ്വാസത്തെ റദ്ദ് ചെയ്യുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ഒരു സംഘടന പിന്നെ ഇനി പാണ്ഡിത്യത്തിൻ്റെ കൊടുമുടിയുടെ അപ്പുറത്തെ കൊടുമുടി കയറിയ ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വഴങ്ങിക്കൊടുക്കരുത്. നിങ്ങൾ മനുഷ്യരോട്, വിശ്വാസികളോട്, മനുഷ്യരോട് തുല്യതയിൽ പെരുമാറണം, നീതിപൂർവ്വം. നിങ്ങളൊരു വിശ്വാസി അല്ലാത്ത മനുഷ്യരോട് എങ്ങനെ നീതിപൂർവ്വം പെരുമാറുന്നോ അതുപോലെ തന്നെ ഈ വിശ്വാസത്തിനകത്തുള്ളവരോട് നീതിപൂർവ്വം പെരുമാറാനാവണം. ഇവർ പറയുന്നത് കേട്ട് കുറച്ച് പേരെല്ലാം അങ്ങനെ ആക്കി, ഷിയാക്കളെല്ലാം അങ്ങനെയാണ്, അവർ നശിച്ചു പോകേണ്ടവരാണ്. അപ്പോൾ ഈ ആയത്തുള്ള കാംനയി എന്ന് പറയുന്ന ആൾ മരിച്ചതിന് അൽഹംദുലില്ല എന്ന് പറഞ്ഞു അതിനെ സ്തുതി പാടി പുകഴ്ത്തി ട്രംപിനെയും മറ്റേതിനെയും പുട്ടിയിട്ട് കാശ് കിട്ടുന്നവനെ മുട്ടിലഴിഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് അല്ല ദീനെന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയതാണ്. നിങ്ങൾ സംഘടനയിൽ ഏതിലും വായിക്കോ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ മനോഹാരിത നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഇതിലെനിക്ക് പറയാനുള്ളത്.